കൊലോസ് ലേഖന പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പഠനത്തിലേക്ക് പ്രവേശിക്കാം. പരമപരിശുദ്ധനും ഉന്നതനും സർവജ്ഞാനിയും സർവവ്യാപിയും സ്വർഗീയ പ്രഭാവത്തിൻ്റെ നിറവിൽ മനുഷ്യരായ ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഗോചരമല്ലാത്ത വിശുദ്ധിയുടെ പാരമ്പര്യത്തിൽ കെരൂബുകൾ, സറാഫുകൾ, മാലാഖമാര്, ദൂതഗണങ്ങളാൽ എപ്പോഴും സ്തുതിക്കപ്പെട്ടും വന്ദിക്കപ്പെട്ടും ചുറ്റപ്പെട്ടും പരിശുദ്ധിയുടെ, നിർമ്മലതയുടെ, പവിത്രതയുടെ പാരമ്യത്തിൽ ഉന്നതനായി വാഴുന്ന നിത്യനായ ജീവനുള്ള സത്യമായ സ്വർഗസ്ഥനായ പ്രപഞ്ചത്തിൻ്റെ ലാക്കും കാരണഭൂതനുമായി സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ ഉത്ഭവിപ്പിച്ചവനും സൃഷ്ടിക്കപ്പെട്ട സകലത്തിൻ്റെ മേലും ആധിപത്യവും പരിപാലനവും നടത്തിപ്പുമുള്ള രാജാതിരാജാവും കർത്താതി കർത്താവുമെന്ന് ഞങ്ങൾക്ക് വെളിപ്പെട്ട ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കും അപേക്ഷകൾക്കും യാചനകൾക്കും സ്തുതികൾക്കും സ്തോത്രങ്ങൾക്കുമെല്ലാം ചെവി തുറന്നിരിക്കുന്ന, ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന, അറിയുന്നവനായ അത്യുന്നതനായ പരിശുദ്ധനായ വിശുദ്ധ പിതാവാം ദൈവമേ, ഇപ്രകാരം ഈ സായാഹ്ന സമയത്തിൽ അല്പജനമായി ഞങ്ങൾ ഇവിടെയും പലയിടത്തുമായി അങ്ങയുടെ വചനത്തിൻ്റെ തണലിൽ ഞങ്ങൾ ഒത്തുകൂടിയിരിക്കുമ്പോൾ അങ്ങയുടെ സന്നിധിയിൽ അങ്ങയുടെ വചനം ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന്, നിത്യതയിലേക്കുള്ള തേജസ്സിലേക്കുള്ള ഞങ്ങളുടെ യാത്രയ്ക്ക് എത്രമാത്രം ആവശ്യമാണ് എന്നും സ്വർഗത്തിലേക്ക് അങ്ങയുടെ അടുക്കിലേക്ക് ഞങ്ങളെ എത്തിക്കുവാനുള്ള വഴികാട്ടി പാതയ്ക്ക് പ്രകാശവും കാലിന് ദീപവുമായി ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ്റെ ബലത്തിനായി നൽകി തന്നിരിക്കുന്ന അങ്ങയുടെ വിശുദ്ധ വചനത്തിൻ്റെ തണലിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള മറ്റേത് ഗ്രന്ഥത്തെക്കാളും, മനുഷ്യർ അവകാശപ്പെടുന്ന മറ്റേത് ഗ്രന്ഥത്തെക്കാളും ഉന്നതമായ ശ്രേഷ്ഠമായ ദൈവിക ഉറവിടത്തിൽ നിന്ന് വന്നിട്ടുള്ള അങ്ങയുടെ പരിശുദ്ധ വചനത്തിൻ്റെ തണലിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ അകത്തെ മനുഷ്യനെ അങ്ങ് കർത്താവെ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന, ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദി. ഇപ്രകാരം അങ്ങയുടെ വചനം മനുഷ്യകുലത്തിന് നൽകി തന്നതിനായിട്ട് നന്ദി. അങ്ങ് നൽകിത്തന്ന വചനം മനസ്സിലാക്കാനും അറിയാനും അതിൻ്റെ ഉൾക്കാഴ്ചകൾ ഞങ്ങൾക്ക് ലഭിക്കുവാനും അങ്ങ് തന്നെ ആത്മാവിൽ ഞങ്ങളുടെ ഉള്ളിൽ അങ്ങ് ദാനമായി കടന്നു വന്നിട്ടുള്ളതിനായി നന്ദി. ഞങ്ങളെല്ലാവരെയും ഇന്ന് അങ്ങയുടെ വചനത്തിൻ്റെ തണലിൽ അങ്ങയുടെ സന്നിധിയിൽ ആശ്രയിച്ചിരിക്കുന്ന എല്ലാവരെയും ഈ വചന പഠനം അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാനും കർത്താവെ കടന്നു വന്ന വചനം കേൾക്കാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങൾ വചന ക്ലാസ് അവസാനിക്കുമ്പോൾ ഒരു മാറ്റമുള്ളവരായി, ഉൾക്കാഴ്ചയുള്ളവരായി, തീരുമാനമുള്ളവരായി, ലക്ഷ്യബോധമുള്ളവരായി ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ കാണുവാൻ കഴിയുന്നവരായി മാറുവാൻ വചന പഠനം ശരിയായ തരത്തിൽ ഞങ്ങൾക്ക് സ്വന്തമാക്കുവാൻ, അനുഭവിപ്പാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. വ്യക്തിപരമായ ഞങ്ങളുടെ ജഡീകമായ എല്ലാ വൈകല്യങ്ങളും, എല്ലാ കുറവുകളും പരിഹരിച്ച് ആത്മീക മനസ്സോടെ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുന്നവരായിരിക്കാൻ സഹായിക്കും. കൊലോസ് ലേഖന പഠനത്തിൽ ഞങ്ങൾ ആയിരിക്കുമ്പോൾ ആ പുസ്തകം ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിന് അനുഗ്രഹമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും ഏൽപ്പിക്കുന്നു. കടന്നു വരാനുള്ളവരെയും സമർപ്പിക്കുന്നു. സഹായിക്കണം. സകലത്തിലും അങ്ങയുടെ നാമം മാത്രം മഹത്വപ്പെടണം എന്ന ആത്മാർത്ഥമായ ലക്ഷ്യത്തോടുകൂടി തന്നെ ഞങ്ങളായിരിക്കാൻ വചനം പഠിക്കാൻ, കേൾക്കാൻ, സംസാരിപ്പാൻ ഇടവരുത്തണം. ഞങ്ങളുടെ വ്യക്തിപരമായ ഞങ്ങളുടെ വൈകല്യങ്ങളും കുറവുകളും ബലഹീനതകളും ദൈവമേ എല്ലാ തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളും ഞങ്ങൾ ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യണം. ലോകരക്ഷകനായി ഞങ്ങളുടെ പാപപരിഹാരത്തിനെ അങ്ങ് നൽകിത്തന്ന, ഞങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച് മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ഞങ്ങളുടെ വലതുഭാഗത്ത് ഇരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഇപ്പോൾ കൊലോസ് ലേഖനം 1-ാം അധ്യായം 7-8 വാക്യങ്ങളുടെ പശ്ചാത്തലത്തിൽ എപ്പഫ്രാസ് എന്ന വ്യക്തിയാണ് പൗലോസ് ഇവിടെ അവതരിപ്പിച്ചത്. എപ്പഫ്രാസിൽ നിന്ന് നാം പഠിക്കേണ്ട കാര്യങ്ങൾ, നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തോട് ദൈവം സംസാരിക്കുമ്പോൾ എപ്പഫ്രാസിനെ കുറിച്ച് അവതരിപ്പിച്ചപ്പോൾ വ്യക്തമായിട്ട് എപ്പഫ്രാസിനെ കുറിച്ച് പറഞ്ഞു, അവൻ കർത്താവിൽ എൻ്റെ സഹബദ്ധനാണ് എന്ന് ഫിലമോന്റെ പുസ്തകം 23-ാം വാക്യത്തിൽ. കൂടാതെ കൊലോസ് ലേഖനം 7-8 വാക്യങ്ങളിൽ നിന്ന് ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹഭൃത്യനായ എപ്പഫ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ, അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകനും നിങ്ങൾക്ക് ആത്മാവിനുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനുമാണ്. ഇപ്പോൾ വളരെ വ്യക്തമാണ്, പൗലോസ് അപ്പോസ്തലൻ ഈ മനുഷ്യനെ വളരെ ഉന്നതമായ നിലവാരത്തിലാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്.
അത് ദൈവവചനത്തിൽ ഇങ്ങനൊരു വ്യക്തിയെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തോട് ദൈവം സംസാരിക്കാൻ ഇടപെടുകയാണ്. നമ്മളെക്കുറിച്ച് ഇപ്രകാരം ആർക്കെങ്കിലും, നമ്മുടെ കൂടെയുള്ള ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അവൻ വിശ്വസ്തനാണ്, കർത്താവിൻ്റെ ദാസനാണ്. ഇപ്പൊ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. താൻ തൻ്റെ ജീവിതത്തിൻ്റെ ഉടമസ്ഥത, തൻ്റെ ജീവിതം ആർക്കുള്ളതാണെന്ന് മനസ്സിലാക്കിയ വ്യക്തിയാണ്. നാം എല്ലാവരുടെയും ചിന്ത ഇത് എൻ്റെ ജീവിതമാണ്, എൻ്റെ ശരീരമാണ്, എൻ്റെ മനസ്സാണ്, എൻ്റെ പൈസയാണ്, എൻ്റെ സ്വത്താണ്, എൻ്റെ എന്ന ചിന്തയാണ്. പക്ഷെ എപ്പഫ്രാസ് പറയുന്നത് ഞാൻ കർത്താവിൻ്റെ ദാസനാണ്, കർത്താവിൻ്റെ ശുശ്രൂഷകനാണ് എന്ന വാക്കുകൊണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞതായിട്ട് നമ്മൾ കണ്ടു. വിശ്വസ്തത എന്ന വാക്ക് നമ്മൾ പരിചയപ്പെട്ടു. വിശ്വസ്തൻ, അതായത് ഒരു കാര്യത്തിൽ സ്ഥിരതയുള്ള വ്യക്തി. ഒരു കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ആ വിഷയം അവസാനിക്കുന്നത് വരെ ഏതെല്ലാം പ്രതികൂലങ്ങളും ചുറ്റുപാടുമുള്ള സംഭവങ്ങളും ഉണ്ടായാലും ഏറ്റെടുത്ത ദൗത്യം അവസാനം വരെ പൂർത്തിയാക്കാൻ കഴിയുന്ന വ്യക്തിയാണ് നാം വിശ്വസ്തൻ എന്ന വചനപ്രകാരം പരാമർശിക്കുന്നത്. ഇപ്പൊ എപ്പഫ്രാസിനെ കുറിച്ച് പറയുമ്പോൾ എപ്പഫ്രാസ് വിശ്വസ്തനാണ് എന്ന് നമ്മൾ കണ്ടു. പല സന്ദർഭങ്ങളിൽ ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടു. മത്തായി 24:45 ദാസനെ കുറിച്ച് പറഞ്ഞു, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. ദൈവം വിശ്വസ്തനെന്ന് 1 Corinthians 1:9 നമ്മൾ കണ്ടു. ഒരു വ്യക്തിയോട് വിശ്വസ്തനായിരിക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമർപ്പിക്കപ്പെട്ട ശുശ്രൂഷയാണ്. താൻ തനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൗത്യത്തിൽ താൻ സമർപ്പിതനാണ്, ആർക്കോ വേണ്ടിയല്ല. താൻ ഈ കാര്യത്തിൽ തന്നെ തന്നെ പരമേൽപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെയുള്ള വ്യക്തിയാണ് നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്നത്. നമുക്ക് ആ വ്യക്തിയെ ആശ്രയിക്കാം. ആ വ്യക്തി വരാമെന്ന് പറഞ്ഞാൽ വരും, ആ വ്യക്തി നൽകാമെന്ന് പറഞ്ഞാൽ നൽകും, ആ വ്യക്തി ചെയ്യില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യില്ല. ആ വ്യക്തിയെ നമുക്ക് വിശ്വസിക്കാം. അതാണ് ഈ മനുഷ്യനെ കുറിച്ച് പൗലോസ് ദൈവാത്മാവ് പറയുന്നത്. അപ്പോൾ അത് ദൈവവചന പ്രകാരമാണ് നമ്മൾ ഒരാളെ വിശ്വസ്തൻ എന്ന് കാണേണ്ടത്. അത് നമ്മൾ വ്യക്തമായി കണ്ടു. ശുശ്രൂഷക്കാരെ, ദാസൻ എന്ന ആ വാക്കിന്റെ അർത്ഥമൊക്കെ നമ്മൾ കണ്ടു. സഭാഭരണത്തിലുള്ളവരെ, മൂപ്പന്മാരെ കുറിച്ച് പറയുമ്പോഴും ഡീക്കൻസിനെ കുറിച്ച് പറയുമ്പോഴും വിശ്വസ്തൻ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പൊ ഇവിടെ 8ാമത്തെ വാക്യം നമ്മൾ നോക്കുമ്പോൾ അവൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിന്റെ വിശ്വസ്ത ശുശ്രൂഷകൻ. ഇപ്പൊ കൊലോസിലുള്ളവർ ദൈവകൃപയെ കുറിച്ച് അറിഞ്ഞത് ഈ മനുഷ്യനിലൂടെയാണ്. ദൈവത്തിന്റെ കൃപ, അതായത് അർഹതയില്ലാത്ത അനുഗ്രഹം ദൈവം നമുക്ക് ധാരാളമായി വാരിക്കോരി ചൊരിയുന്നു. അതിനാലാണ് നമുക്ക് രക്ഷയുടെ അനുഭവത്തിലെത്താൻ കഴിയുന്നത്, നമ്മൾ മുന്നോട്ട് വളരുന്ന. ഇതെല്ലാം കൃപയാലാണ് എന്ന വിഷയം ഇവരെ അറിയിച്ചത് ഈ മനുഷ്യനാണ്. അപ്പൊ ഈ മനുഷ്യനും അതിനെക്കുറിച്ചുള്ള ബോധ്യമുണ്ടായിരിക്കണം. നമുക്ക് അറിയാത്തൊരു കാര്യം ആരോടും പറയാൻ പറ്റില്ല. ഇപ്പൊ കൊലോസിലുള്ള സഹോദരങ്ങളുടെ ഇവിടെ പരസ്പര സ്നേഹം, ആത്മീക വർധനയെ കുറിച്ചെല്ലാം അപ്പോസ്തലനെ അറിയിച്ചത് ഈ മനുഷ്യൻ. കുറ്റം പറഞ്ഞതല്ല, അവരുടെ ആത്മീക അവസ്ഥ എന്താണ്, അവർ നേരിടുന്ന പ്രയാസങ്ങൾ എന്താണ്, അത് അപ്പോസ്തലന്റെ അടുക്കൽ അറിയിച്ചത് എപ്പഫ്രാസാണ്. അവിടെ ഒരു പ്രത്യേക ഒരു വാക്കുണ്ട്, നിങ്ങൾക്ക് ആത്മാവിനാലുള്ള സ്നേഹം ഞങ്ങളോട് അറിയിച്ചവനാണ്. ആത്മാവിനാലുള്ള സ്നേഹം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചല്ല. ആത്മാവിനുള്ള സ്നേഹം, അതായത് നമ്മൾ യോഹന്നാൻ 4:23-24 ദൈവത്തെ, പിതാവായ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കണം. ഇവിടെ ആത്മാവിലെന്ന് പറയുമ്പോൾ കർത്താവോട് ഉദ്ദേശിച്ചത് ആ പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രത്യേക പശ്ചാത്തലത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചല്ല. അത് നമ്മുടെ മനോഭാവമാണ്, ഹൃദയത്തിന്റെ പരമാർത്ഥതയാണ്. ദൈവത്തെ ആരാധിക്കുന്ന ഹൃദയത്തിന്റെ പരമാർത്ഥതയിൽ ദൈവത്തിന്റെ ഔന്നിത്യമായ സ്ഥാനത്തെ, ഔന്നിത്യമോ ആയിട്ടുള്ള അധികാരത്തെ കണ്ടുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ ആരാധിക്കണം. കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് വിശുദ്ധമായ സിംഹാസനത്തിൽ നമ്മുടെ ഹൃദയത്തിനകത്തിരിപ്പുണ്ടോ എന്ന് നോക്കും. പത്രോസ് നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനെ വിശുദ്ധീകരിപ്പീൻ. കർത്താവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ വിശുദ്ധീകരിപ്പെന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ ഒരു സിംഹാസനമുണ്ട്, അവിടെ ആരോ ഒരാൾ ഇരിക്കുന്നുണ്ട്. അത് കർത്താവ് തന്നെയാണോ നമുക്ക് ഉറപ്പ് വേണം. ആ ഒരു ആത്മാർത്ഥതയാണ് ആരാധനയ്ക്ക് വേണ്ടത്. ബാഹ്യമായ പാട്ടോ പ്രാർത്ഥനയോ ആത്മീകമായ വൈകാരികമായ അനുഭവങ്ങളല്ല. ഇപ്പൊ യോഹന്നാൻ 4:23-24 പറയുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ പ്രവർത്തി ദിവസം 17:16 പറയുന്ന പോലെ, എന്താ പ്രവർത്തികൾ 17:16 പറയുന്നത് നമുക്ക് നോക്കാം. അവിടെ ഇതേ വാക്ക് തന്നെയാണ്. പ്രവർത്തിയുടെ പുസ്തകം, അപ്പോസ്തലരുടെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം നമുക്ക് ഇങ്ങനെ വായിച്ചു കേൾക്കാം. അഥേനയിൽ പൗലോസ് അവർക്കായി കാത്തിരിക്കുമ്പോൾ നഗരത്തിൽ ബിംബങ്ങൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് മനസ്സിന് ചൂടുപിടിച്ചു. ഇംഗ്ലീഷിൽ he was grieved in the spirit. ഇവിടെ സ്പിരിറ്റ് എന്ന് പറയുന്ന മനസ്സാണ്. അത് പ്രവർത്തികൾ 18:5 കാണാം. സീലാസും തിമോത്തിയോസും മക്കതോനിയിൽ വന്നാറെ പൗലോസ് വചനഘോഷത്തെ ശുഷ്കാന്തി പൂണ്ട്. ഒരു എരിവ്, അത് ആത്മാവ് എന്ന അർത്ഥമാണ്. റോമലേഖനം 1:10 കാണാം.
അതുകൊണ്ട് ദൈവാത്മാവിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. റോമർ 1:10 എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എന്റെ ആത്മാവിൽ ആരാധിക്കുന്ന എന്റെ ദൈവം. അതും ദൈവാത്മാവിനെ കുറിച്ചല്ല. എന്റെ ഉള്ളം കൊണ്ട് ഞാൻ ആരാധിക്കാൻ. എന്റെ പുറത്തെ വാക്ക് എനിക്ക് വിക്കാണ്. എനിക്ക് സംസാരിക്കാൻ കഴിയില്ല. നേരെ ഒരു വാക്ക് എനിക്ക് ഉച്ചരിക്കാൻ കഴിവില്ല. പക്ഷെ ഞാൻ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയാണ്. എന്റെ ഹൃദയത്തിന്റെ ആത്മാർത്ഥതയിൽ ദൈവത്തെ ഞാൻ ഹൃദയത്തിന്റെ സിംഹാസനത്തിൽ മഹാരാജാവായി ഞാൻ കുടിയിരുത്തിയിരിക്കുകയാണ്. എപ്പോഴും നമ്മുടെ ആ വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കണം. എപ്പോൾ ആത്മാവെന്ന് കേട്ട ഉടനെ പരിശുദ്ധാത്മാവെന്ന് പറയരുത്. ആ വാക്യം ഉപയോഗിച്ച പശ്ചാത്തലം നോക്കണം. അത് റോമർ 8:15 നോക്കിയാലും ഇതേ അർത്ഥത്തിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. റോമർ 8:15 നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല. ഇവിടെ ആത്മാവെന്ന് ഉദ്ദേശിക്കുന്ന പരിശുദ്ധാത്മാവിനെയല്ല. നമ്മുടെ ഉള്ളിലുള്ളത് ഒരു വേലക്കാരൻ, എല്ലാവർക്കും കീഴ്പ്പെട്ടിരിക്കുന്ന ഒരാള്, ഒരു ഫ്ലോർ മാറ്റ് പോലെ എല്ലാവരും ചവിട്ടി കയറി പോയാലും ഇയാൾക്ക് പ്രശ്നമൊന്നുമില്ല. ഈ മാറ്റിന് കരച്ചിൽ വരില്ല. ഈ തറയിൽ കിടക്കുന്ന മാറ്റിന് നിലവിളിയില്ല, കരച്ചിലില്ല, സന്തോഷമില്ല, വികാരങ്ങളില്ല. എല്ലാവരുടെ പുറത്തോട് ചവിട്ടിയാ പോകുന്നത്. ചിലരുടെ ജീവിതം അങ്ങനെയാണ്. ആർക്കും കയറിറങ്ങി ചവിട്ടി മെതിക്കാം, പക്ഷെ ഒന്നും വേണ്ടില്ല. അങ്ങനെയല്ല ദൈവമക്കളായിരിക്കേണ്ടത്. പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം, വഴക്ക് പറയേണ്ടടുത്ത് വഴക്ക് പറയണം, ശാസിക്കേണ്ടവരെ ശാസിക്കണം, തെറ്റ് ചൂണ്ടിക്കാട്ടവർ കാണിക്കേണ്ടവരോട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. നമ്മുടെ ഉള്ളിലുള്ളത് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, അബ്ബാപിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ഇപ്പൊ ആത്മാവെന്ന വാക്ക് ഉപയോഗിക്കുന്ന പല തലങ്ങൾ നമുക്ക് കാണാം. ഇംഗ്ലീഷ് വ്യക്തമായി പറഞ്ഞാൽ ഇൻവേർഡ് ആറ്റിറ്റ്യൂഡ്, അകത്തെ മനോഭാവം, ഉള്ളിലെ മനോഭാവം. അതുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. സംസാരിക്കാൻ കഴിയില്ല, സംസാരിക്കാനുള്ള മലയാളം അറിയില്ല, ഒരു ഭാഷയും അറിയില്ല, പക്ഷെ ആരാധിക്കാൻ പറ്റും. ഉള്ളിൽ ആത്മാർത്ഥതയുണ്ട് എങ്കിൽ. ഇപ്പൊ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന്, ആഴത്തിൽ നിന്ന്, ഉള്ളിൽ നിന്ന് ഉത്ഭവിച്ച സ്നേഹം, അതാണ് കൊലോസിലുള്ളവർക്കുള്ളത്. ഈ കാണുമ്പോൾ ഹായ്, ഹലോ, ഹൗ ആർ യു, കുന്നമുട്ടായി, അത് അഭിനയമാണ്. ഇവിടെ പൗലോസ് പറയുന്ന കൊലോസിലുള്ളവർക്ക് പരസ്പരം ആത്മാവിൽ, ആഴത്തിൽ, ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള സ്നേഹമാണ് അന്യോന്യമുള്ളത്. അത് എപ്പഫ്രാസ് പൗലോസിനെ അറിയിച്ചു. നമുക്ക് 9-10 വാക്യങ്ങളിലേക്ക് വരാം. ഇനി അധികം നമുക്ക് മുന്നോട്ട് പോകാൻ സമയം നമ്മുടെ മുമ്പിലില്ല. കൊലോസ് ലേഖനം പഠിക്കുന്ന നമ്മുടെ ജീവനോട് എനിക്കൊന്നും ഉറപ്പില്ല. അത്രയ്ക്ക് വലിയ ലേഖനമാണ്, അത്രയും ആഴമാണ് ലേഖനത്തിന് വലിപ്പം എന്ന് പറയുന്നത്. കൊലോസ് ലേഖനം 1:9-10 വാക്യങ്ങൾ. അതുകൊണ്ട് ഞങ്ങളത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. അപ്പൊ അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ കുറിച്ചാണ് 3 മുതൽ 8 വാക്യങ്ങളിൽ കൊലോസിലുള്ള ദൈവമക്കളുടെ അനുഗ്രഹങ്ങളും അവരുടെ ഉന്നതമായ ആത്മീയ അവസ്ഥകളെ കുറിച്ച് പൗലോസിനെ എപ്പഫ്രാസ് ഒന്ന് അറിയിച്ചുടൻ തന്നെ അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ അടുത്ത തിങ്കളാഴ്ച മുതൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഞായറാഴ്ചയാണ് കേട്ടത്, അടുത്ത തിങ്കളാഴ്ച ഞാൻ ഫ്രീ ആണ്, അന്ന് മുതൽ പ്രാർത്ഥിക്കാം. നമ്മളെല്ലാം അങ്ങനെയാണ്. അതിൻ്റെ ഇടയ്ക്ക് ബുധനാഴ്ച നമ്മുടെ കാറ്റ് പോകും. നമ്മുടെ കയ്യിലാണ് വിചാരമെല്ലാമെന്ന്. പൗലോസ് അവരെക്കുറിച്ച് കേട്ട നാൾ മുതൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്കായി ദൈവത്തോട് നന്ദി കരുതി. നമ്മുടെയൊക്കെ പ്രശ്നം അസൂയ ഉണ്ടാകും. മറ്റൊരു വ്യക്തി ആത്മമായി വളർന്ന് ഫലം കായ്ക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു ഇഷ്ടക്കേടുണ്ടാകും. ഇപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ല. ഒരു യഥാർത്ഥ ആത്മീകൻ മറ്റുള്ളവരുടെ വളർച്ച കണ്ട് സന്തോഷിക്കും. പൗലോസ് അപ്പോസ്തലൻ അവരെക്കുറിച്ച് കേട്ട ഉടൻ തന്റെ അധ്വാന ഫലം പോലും അല്ല ഇവിടം. കൊലോസ് പട്ടണത്തിലെ സുവിശേഷം അറിയിച്ച എപ്പഫ്രാസാണ്. തന്റെ വേലയുടെ ഫലമല്ല. അവര് വളർന്ന് കണ്ടിട്ട് സന്തോഷിക്കുകയാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, സഹായിച്ചു കൊടുക്കുകയാണ് പ്രാർത്ഥനയിൽ. ഒരു കർത്താവിന്റെ സഭയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഓരോ ആത്മാക്കൾക്കും ആ സഭയുടെ വളർച്ചയ്ക്ക് ആവശ്യമായുള്ള ഉത്തരവാദിത്തമുണ്ട്. സഭയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആരെങ്കിലും അവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ അറിയിക്കേണ്ടവരെ അറിയിക്കണം, അല്ലെങ്കിൽ അവർ സഭയിലല്ല. ആ ശരീരത്തിൽ അവയവമാണെങ്കിൽ ആ ശരീരത്തിന് കേടുവരുത്തുന്ന എന്തെങ്കിലും ദുരുപദേശമോ എന്തെങ്കിലും സ്വാധീനമോ ആ ശരീരമാകുന്ന സഭയ്ക്ക് സംഭവിക്കുന്നുവെന്ന് ആ വ്യക്തിക്കറിയാം, പക്ഷെ മിണ്ടില്ല. ആ ദോഷം ചെയ്തവനേക്കാളും അടി കിട്ടാൻ പോകുന്നത് ആ മിണ്ടാതിരുന്ന വ്യക്തിക്കാണ്. അനേകരുടെ ജീവിതം ആത്മീകമായി ശൂന്യമായി പോയതിന്റെ കാരണവും അത് തന്നെയാണ്. അപ്പൊ അത് ഞങ്ങളത് കേട്ട നാൾ മുതൽ താൻ പ്രാർത്ഥിക്കുന്ന ഉറപ്പ് കൊടുക്കുകയാണ്. 9 മുതൽ 14 വരെ അവിടെ പറയുന്ന പ്രാർത്ഥന വളരെ ആഴവും ഗഹനവുമായ പ്രാർത്ഥനയാണ്. അതായത് അവർക്ക് നമ്മൾ വിശദീകരിക്കാൻ പിന്നീട് ആത്മീകമായി ഉൾക്കാഴ്ച ഉണ്ടാകണം, സൽപ്രവർത്തികളുടെ ഫലമുണ്ടാകണം. പ്രധാന 2 വിഷയങ്ങൾ അതാണ്.
അവർ വെറുതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കരുത്. അവർക്ക് ഉൾക്കാഴ്ച, ഉള്ളിലുള്ള കാഴ്ച, ഇൻസൈറ്റ്. ഒരു വിഷയത്തെ നോക്കുമ്പോൾ ഉൾക്കാഴ്ച ഉണ്ടാകണം, അവർക്ക് ഫലങ്ങൾ ഉണ്ടാകണം, അവർ ആത്മീക ബലം പ്രാപിക്കണം. വിശദമായി പറയാം, അതുകൊണ്ട് ഇപ്പം അഥവാ നോട്ട് എഴുതാൻ പറ്റിയില്ലെങ്കിൽ പ്രയാസപ്പെടണ്ട. മാത്രമല്ല സഹിഷ്ണുതയോടും സന്തോഷത്തോടും കൂടെ ദൈവത്തെ ശുശ്രൂഷിക്കണം. ദൈവത്തെ ശുശ്രൂഷിക്കുമ്പോൾ സന്തോഷത്തോടെ സ്തുതിക്കണം. എന്തൊക്കെ അനുഭവങ്ങളും പശ്ചാത്തലങ്ങളും അവസ്ഥകളും നേരിട്ടാലും ദൈവത്തെ സ്തുതിച്ച് പാടുമ്പോൾ സന്തോഷത്തോടെ പാടണം. സന്തോഷത്തിൽ ദൈവത്തെ സ്തുതിക്കണം. കാരണം വെളിച്ചത്തിലുള്ള അവകാശത്തിന് നമ്മുടെ വിശുദ്ധന്മാരോടൊപ്പം പ്രാപ്തരാക്കിയ ദൈവത്തെ ആ വിധത്തിൽ സ്തുതിക്കണം. ഇതൊക്കെയാണ് വിഷയങ്ങൾ. അതൊക്കെ നമ്മൾ വരും. കൂടാതെ അന്ധകാരത്തിൽ നിന്ന് തന്റെ പുത്രന്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവന്ന ദൈവം, പാപമോചനം വീണ്ടെടുപ്പ് നൽകിയ ദൈവം, പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇതിനൊക്കെ പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോസ്തലൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇതിൽ ആത്മീയ കൂട്ടായ്മയിൽ ഇങ്ങനെയാണ്. ഓരോരുത്തർക്കും ഓരോ വരങ്ങളുണ്ട്. ചിലർക്ക് പ്രാർത്ഥനയ്ക്കുള്ള വരമാണ്. നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മുടെ ധാരണ അതാണ്. കർത്താവിന്റെ സഭ, ദൈവത്തിന്റെ സഭയുടെ ആ ശരീരമെന്ന സഭയുടെ ഓരോ അവയവങ്ങൾക്ക് ഓരോ ദൗത്യവും വരവുമുണ്ട്. പ്രാർത്ഥിക്കേണ്ട വരം ചിലർക്ക് കൊടുത്തിട്ടുണ്ട്. അവരെ നിങ്ങൾ വിഷയങ്ങൾ അറിയിക്കുമ്പോൾ അവർ പ്രാർത്ഥനയിൽ നമുക്ക് വേണ്ടി പോരാടും. പിന്നെ സഭയ്ക്ക് മൊത്തത്തിൽ ആത്മിക വളർച്ചയുണ്ടാകും. ഇവിടെ എപ്പഫ്രാസ് പൗലോസിന്റെ അടുക്കൽ വന്ന് കൊലോസ് സഭയെ കുറിച്ച് പറഞ്ഞപ്പോൾ പൗലോസ് അത് കേട്ട ദിവസം മുതൽ അവിടെ ഒരു പ്രാർത്ഥനയുടെ ആവശ്യം മനസ്സിലായി. നമ്മുടെ പ്രയർ റിക്വസ്റ്റ് അവസാനം, കൂട്ടായ്മയ്ക്ക് അവസാനം വായിച്ചു പോകും. എത്ര പേര് ആ പ്രയർ റിക്വസ്റ്റ് അനുസരിച്ച് പ്രാർത്ഥനയിൽ സമയം ചെലവിടുന്നത് നോക്കിയാൽ മതി. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ഫലശൂന്യമായ അവസ്ഥയുടെ ഒരു കാരണം കാണാം. ഇവിടെ നമ്മളൊരു സഭയിലാണെങ്കിലും നമ്മൾ മറ്റുള്ളവരോടുള്ള ഉത്തരവാദിത്വത്തിൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. നമ്മൾ നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ്. ഒരു ക്രിസ്ത്യാനി അങ്ങനെയുള്ള വ്യക്തിയല്ല. മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ദൈവം നമ്മുടെ ജീവിതത്തെ രക്ഷിച്ചത്. നമുക്കൊരു വരം തന്നത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനപ്പെടാനാണ്. ഇവിടെ പൗലോസ് ഇവരെ കുറിച്ച് കേട്ട നാൾ മുതൽ പ്രാർത്ഥിക്കുകയാണ്. എപ്പഫ്രാസിൽ നിന്ന് അവരെ കുറിച്ച് കേട്ട ദിവസം മുതൽ ഇടവിടാതെ അപ്പോസ്തലൻ മറ്റുള്ളവരും പ്രാർത്ഥിക്കുന്നു. അതാണ് പൗലോസ് ഇവിടെ പറഞ്ഞത്. അവരോട് പറയും ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. ഒരു നേരം എങ്ങനെയും ചടങ്ങ് പോലെ രാവിലെ ഒരു 5 മിനിറ്റ് 2 മിനിറ്റ് പ്രാർത്ഥിച്ച് നിർത്തിയെന്നല്ല, ഇടവിടാതെ പ്രാർത്ഥിക്കും. ഇപ്പൊ സംഗതി വളരെ സീരിയസ് ആണ്. ജ്ഞാനം, പരിജ്ഞാനം, ശക്തി, സഹിഷ്ണുത, ദീർഘക്ഷമ, സന്തോഷം, നന്ദി, സ്നേഹം, ഇതൊക്കെയാണ് പൗലോസ് പ്രാർത്ഥിച്ച വിഷയത്തിലുള്ളത്. അവർക്ക് ജ്ഞാനം കിട്ടണം, പരിജ്ഞാനം കിട്ടണം. രണ്ടാണ്. അതിനെക്കുറിച്ചൊക്കെ പഠിക്കാം നമുക്ക്. അവർക്ക് ശക്തി വേണം, സഹനശക്തി, സഹിഷ്ണുത വേണം, ദീർഘക്ഷമ വേണം, ഹൃദയത്തിൽ സന്തോഷം വേണം, ദൈവിക നന്മകൾ ലഭിക്കുമ്പോൾ നന്ദി വേണം, സ്നേഹം വേണം ദൈവത്തോട്, മറ്റുള്ളവരോട്. ഇതെല്ലാമാണ് ഒരാൾ ആത്മീയ വളരുന്നതിന്റെ ലക്ഷണങ്ങൾ. ഇതാണ് പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഉദ്ദേശം. കൃത്യമായി ഓരോ ഇടവകൾക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ ആ ഇടവക, നമുക്കറിയാം ഓരോ രോഗികൾക്കും ഓരോ വിഷയങ്ങളാണ്. ഇപ്പൊ ഒരു വിശ്വാസിയായ ഡോക്ടറാണെങ്കിൽ തൻ്റെ അടുക്കൽ വരുന്ന 10 രോഗികൾക്കും ഒരേ പ്രാർത്ഥനയല്ല. ചില രോഗികൾക്ക് അസുഖമേ ഇല്ല, മാനസിക രോഗമാണ്. മനസ്സിൽ രോഗമുണ്ടെന്ന് തോന്നുകയാണ്. അവർക്ക് വെറും ഷുഗർ ടാബ്ലറ്റ് കൊടുത്തിട്ട് മനസ്സിനെ തൃപ്തിപ്പെടുത്തുമ്പോൾ അവിടെ അസുഖം മാറും. ഒരു ഡോക്ടറിനോട് പറഞ്ഞതാണ്. അതിന് അവര് 10-25,000 രൂപയൊക്കെ കൊടുത്തിട്ട് പോകും. ഇവിടെ മനസ്സ് സന്തോഷമായി. ഡോക്ടർ കാര്യമായി പരിശോധിക്കും. കുറേ ടെസ്റ്റൊക്കെ നടത്തിയിട്ട് ഷുഗർ ടാബ്ലറ്റ് എഴുതി കൊടുത്തു കഴിയുമ്പോൾ ഈ രോഗി ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ നിങ്ങൾക്ക് രോഗമൊന്നും ഇല്ലാന്ന് പറഞ്ഞ് മറ്റേ ഡോക്ടറെ അടുത്ത് പറഞ്ഞപ്പോൾ അവർ പോകാൻ തയ്യാറില്ല. അയാൾക്കൊന്നും അറിയില്ല. പ്രശ്നം മനസ്സിൻ്റെതാണ്. ഓരോ വ്യക്തികളുടെയും അവസ്ഥകൾ പലതാണ്. എന്ന് പറഞ്ഞാൽ ഓരോ ഇടവകയുടെയും ആവശ്യം പലതാണ്. ഇപ്പൊ പ്രാർത്ഥനാ ജീവിതത്തിൽ അപ്പൊ എത്രത്തോളം തിരക്ക് കാണും ഈ മനുഷ്യന്. കൊലോസ് സഭയ്ക്ക് വേണ്ടി ഇടവിടാതെ കേട്ട നാൾ മുതൽ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞ പൗലോസ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? റോമലേഖനം 1:10 നമ്മൾ വായിച്ചപ്പോൾ കേട്ടു. റോമലേഖനം 1-ാം വാക്യം പറയുന്നത്, പ്രാർത്ഥനയിൽ എപ്പോഴും, എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് എൻ്റെ ആത്മാവിൽ ആരാധിക ദൈവസാക്ഷി. ഇപ്പോൾ പൗലോസ് തനിക്ക് വേറെ യാതൊരു പണിയില്ലേ. തൻ്റെ പ്രാർത്ഥനയുടെ മനോഭാവമാണ്. ഒരു വ്യക്തിക്ക് വേണ്ടി രാവിലെ പ്രാർത്ഥിച്ചാൽ മനസ്സിൽ ആ വിഷയം തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. എപ്പോഴും ഇങ്ങനെ മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കണമെന്നില്ല. പക്ഷെ അതും ചെയ്യുന്നുണ്ട്. 2 Corinthians
7, 10, 9 വാക്യം വായിച്ചാലും കാണാം. 2 കൊരിന്ത്യൻസ് 13 അധ്യായം എൻ്റെ 7-ാമത്തെ വാക്യം പറയും, നിങ്ങൾ ഒരു ദോഷവും ചെയ്യാതിരിക്കേണ്ടതിന് നിങ്ങൾ ഒരു ദോഷവും ചെയ്യാതിരിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് മറ്റുള്ളവരാരോ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് നമ്മൾ ദോഷം ചെയ്യാതെ രക്ഷപ്പെട്ടത്. പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കണമെന്ന് പറയാൻ താല്പര്യമില്ല. വെറുതെ പ്രാർത്ഥിക്കണേ, സഹോദരി ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ, നമുക്ക് എന്തോ നഷ്ടപ്പെടുമെന്നാണ് വിചാരം. ഞാൻ പ്രാർത്ഥന ചോദിച്ചാൽ ഞാൻ ചെറുതായി പോയോ? നിങ്ങൾ ഒരു ദോഷവും ചെയ്യാതിരിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് അതിന്റെ അടുത്ത വാക്യം പറയുന്നത്, 9-ാമത്തെ വാക്യം പറയുന്നത്, ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ശക്തരുമായിരിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നു, നിങ്ങളുടെ യഥാസ്ഥാനത്തിനായി തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് അവരുടെ വിചാരം അവർക്കെല്ലാം തികഞ്ഞവരാണ്, അപ്പോസ്തലന്മാർ കൊള്ളരുതാത്തവരാണ്, ബലഹീനരാണ്. അപ്പോൾ നിങ്ങൾ ശരിക്കും കാര്യങ്ങൾ കാണുന്ന യഥാർത്ഥമായ സ്ഥിതിയിലൊന്ന് എത്തിയിരുന്നെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കണം, സഹോദര, ദൈവമേ ആ സഹോദരി യഥാർത്ഥത്തിൽ ആ സഹോദരിയുടെ ആത്മീയ അവസ്ഥ എന്താണെന്ന് കാണാൻ ദൈവമേ ആ സഹോദരിക്ക് ഒരു കൃപ കൊടുക്കണമേ. ആ സഹോദരിയുടെ കാരണത്താൽ എല്ലാം തികഞ്ഞുവെന്നാണ് ഈ വാക്യത്തിന്റെ ആശയം പറഞ്ഞതാണ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ പൗലോസ് പ്രാർത്ഥിച്ചപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് സ്നേഹത്തെക്കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്തു. ഫിലിപ്പ് ലേഖനം 1:4, 1 തെസ്സലോനിക്കർ 1:2, 2 തെസ്സലോനിക്കർ 1:11, 2 തിമോത്തിയോസ് 1:3, ഫിലമോൻ 4. ഇപ്പൊ റോമലേഖനം, കൊരിന്ത്യ ലേഖനം, എഫേസ്യ ലേഖനം, ഫിലിപ്പ് ലേഖനം, തെസ്സലോനിക്ക ലേഖനം 1, 2 ലേഖനം, തിമോത്തിയോസിന്, ഫിലമോന്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ മനുഷ്യൻ. ലേഖനം എഴുതണം, അനേക ആൾക്കാർ തന്നെ കാണാൻ വരുന്നുണ്ട്, അവരുടെ പല ആത്മീയ വിഷയങ്ങൾ ചർച്ച ചെയ്യണം, ചിലയിടത്ത് യാത്ര ചെയ്യണം. എന്നിട്ടും നമുക്കൊന്നിനും സമയമില്ല, ക്ലാസ്സിന് സമയമില്ല, ബൈബിൾ വായിക്കാൻ സമയമില്ല. എന്തോ തിരക്ക്, എന്ത് ലോകത്തിലേതോ നേടാനുള്ള ഓട്ടത്തിലാണ്. അവസാനം ചെല്ലുമ്പോൾ ആത്മാവ് നഷ്ടപ്പെടും. നേടിയത് ആർക്ക് കൊണ്ടുപോകും? ആര് കൊണ്ടുപോകും? അപ്പൊ ഈ മറ്റ് പ്രാദേശിക ഇടവകൾക്കായിട്ട് താൻ പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് ഈ മനുഷ്യൻ എന്താ ചെയ്യുന്നറിയാം? അവരോട് പറയും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. റോമലേഖനം 15:30 പൗലോസ് പറയും, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. താൻ തികഞ്ഞവനാണ് എന്ന ധാരണയുള്ള വ്യക്തി ശരിക്കും പ്രാർത്ഥിക്കാൻ അവകാശമുള്ള വ്യക്തിയല്ല. തനിക്ക് പ്രാർത്ഥനയുടെ സഹായം ആവശ്യമാണെന്ന് ബോധ്യപ്പെടുന്ന വ്യക്തിയാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന എന്തെന്ന് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തി. റോമർ 15:30 പൗലോസ് പറയുന്നത്, എന്നാൽ സഹോദരന്മാരെ, യഹൂദരുടെ അവിശ്വാസികളുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കേണ്ടതിന് യെരുശലേമിലേക്ക് ഞാൻ കൊണ്ടുപോകുന്ന സഹായം വിശുദ്ധന്മാർക്ക് പ്രസാദമായി തീരുവാനും ഇങ്ങനെ ഞാൻ ദൈവേഷ്ടത്താൽ സന്തോഷത്തോടെ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളോടുകൂടെ മനം തടുക്കേണ്ടത് നിങ്ങൾ എനിക്ക് വേണ്ടി ദൈവത്തിലുള്ള പ്രാർത്ഥനയിൽ എന്നോടുകൂടെ പോരാടണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് 2 കൊരിന്ത്യർ 11 കാണാം. 2 കൊരിന്ത്യർക്ക് 2-ാം ലേഖനം. ഇതൊക്കെ ഞാൻ വായിച്ചു പോകുന്ന സമയം എടുക്കുമെന്ന് അറിയാം, എങ്കിലും ഇത് വായിച്ചില്ലെങ്കിൽ അല്പമെങ്കിലും ഒരു ചിന്തയെങ്കിലും കിട്ടില്ല. 2 കൊരിന്ത്യർ 1:11 പറഞ്ഞാൽ എന്ത് പ്രയോജനം കിട്ടും? ഇപ്പൊ 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ അതിൽ നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ തുണയ്ക്കുന്നുണ്ടല്ലോ. നമ്മൾ എത്ര പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്? നമ്മൾ ഒരു കാര്യം ഞാൻ പറയാം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത വ്യക്തിക്ക് ദൈവത്തിന് ഒരു സഹായവും ഒരു സമയത്തും കിട്ടില്ല. ദൈവം നമ്മളെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളായിരിക്കുന്ന പ്രാദേശിക ഇടവകയിൽ നമ്മുടെ മുമ്പാകെ അറിയിക്കപ്പെട്ട വിഷയങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചിരിക്കണം. സഹായം കിട്ടില്ലെന്ന് മാത്രമല്ല, അത് പാപം ചെയ്യുകയാണെന്ന് ശമൂവേലിന്റെ പുസ്തകത്തിൽ കാണാം. ഫിലിപ്പ് ലേഖനം 1:9 പൗലോസ് പ്രാർത്ഥിക്കുന്നു, അവരുടെ പ്രാർത്ഥന ചോദിക്കുകയാണ്. ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യം അവിടെ പറയുന്നത്, നിങ്ങളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തെ അവിടെ ഫിലമോൻ 19-ാമത്തെ വാക്യം, നിങ്ങളുടെ പ്രാർത്ഥനയാലും യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താലും എനിക്ക് രക്ഷാകാരണമായി തീരും. കാരായത്തിൽ കിടന്ന പൗലോസ് പറയുകയാണ്, എനിക്ക് രക്ഷാകാരണമായി തീരും, കാരണം നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. നമ്മുടെ എത്ര സഹോദരന്മാർ നമ്മുടെ മുഖത്ത് നോക്കി, സഹോദരി നന്ദി, എനിക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്ന് പറയൂ? അവർ പറയില്ല, കാരണം അവർക്കറിയാം നമ്മൾ പ്രാർത്ഥിക്കില്ല. കുറ്റപ്പെടുത്തുന്നല്ലേ നമ്മുടെ ശരിക്കുള്ള മുഖം, ഈ ഫേഷ്യൽ ചെയ്ത മുഖത്തിൽ നിന്ന് ഫേസിൽ നിന്ന് കഴുകി കാണിച്ചു തരികയാണ് നമ്മൾ എന്താണെന്ന്. നമ്മൾ എത്ര പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്? അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, അവർക്ക് വിടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് പറയാതെ നമ്മൾ സന്തോഷിക്കും. 1 തെസ്സലോനിക്കർ 25-ാമത്തെ വാക്യത്തില്, തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം പൗലോസ് പറയുന്നത്, 1 തെസ്സലോനിക്കർ 5:25. ഇവിടെ പൗലോസിന്റെ വാക്കുകൾ ഇപ്രകാരമാണ്, സഹോദരന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. 2 തെസ്സലോനിക്കർ 3:1 കാണാം.
2 തെസ്സലോനിക്കർ 3:1 ഒടുവിൽ സഹോദരന്മാരെ കർത്താവിന് വേണ്ടി നിങ്ങളുടെ അടുക്കൽ എത്തിയതുപോലെ വേഗം വ്യാപിച്ച് മഹത്വപ്പെടുത്തുവാനും വല്ലാത്തൊരു ദുഷ്ടന്മാരുടെ മനുഷ്യരുടെ കയ്യിൽ ഞങ്ങൾ വിടുവിക്കപ്പെടുവാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. അത് ഫിലെമോൻ 22 കാണാം. ഇപ്പൊ പൗലോസ് അപ്പോസ്തലൻ മറ്റുള്ളവരോട് പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ്, താൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ പ്രാർത്ഥനയുടെ പ്രാധാന്യം എത്രമാത്രം വലുതാണ്. ഞാൻ വൈദ്യുതി കുറച്ചു നേരം അവിടെ ഇരുന്നപ്പോൾ നെബുലൈസേഷൻ എടുത്ത് വെച്ച് കുറച്ചു നേരം ശ്വാസം പിടിച്ചു. ശ്വാസത്തിന്റെ ആവശ്യം എത്ര വലുതാണ്. ശ്വാസം കിട്ടാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. മനുഷ്യൻ നിൽക്കുന്നത്, ചാടുന്നത്, ഓടുന്നത്, കുനിയുന്നത്, ഇരിക്കുന്നത്, കിടക്കുന്നത് എല്ലാം ഈ ശ്വസന പ്രക്രിയയുടെ ഫലമായിട്ടാണ്. അതിനല്പം തകരാറ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആകപ്പാടെ അസ്വസ്ഥരാകും, നമ്മൾ ആകപ്പാടെ ശ്വാസം മുട്ടി പോകും. പ്രാർത്ഥന ശ്വസിക്കുന്നതിന് തുല്യമാണ്, ബ്രീത്തിങ് ആണ്. യഥാർത്ഥത്തിൽ പ്രാർത്ഥനാ ജീവിതമുള്ള വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ആരോഗ്യമുള്ള വ്യക്തി. യഥാർത്ഥത്തിൽ ആരോഗ്യമുള്ള വ്യക്തി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. അപ്പൊ പൗലോസ് 9-10 വാക്യങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയിൽ ഉണ്ടായിരിക്കേണ്ട വ്യക്തിപരമായ ചില സ്വഭാവ സവിശേഷതകൾ നമുക്ക് പെട്ടെന്ന് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പ്രേയിങ് പേഴ്സൺ. പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട സ്വഭാവ സവിശേഷത: 1, ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും എന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. യാക്കോബിന്റെ പുസ്തകത്തിൽ പറയും, കടൽത്തിര പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംശയാലുമായി നിൽക്കുന്ന വ്യക്തിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. ആ വ്യക്തിയോട് ബദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയരുത്. ആ വ്യക്തി പ്രാർത്ഥിക്കില്ല. കാരണം ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും എന്ന വിശ്വാസമില്ലാത്ത വ്യക്തിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. വിശ്വാസത്തോട് യാചിക്കണം. നമ്മുടെ യാക്കോബ് ലേഖനം വായിക്കുന്നില്ല, 1-ാം അധ്യായം. 2-ാമത്തെ സ്വഭാവം, പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നതിനുള്ള ദൈവത്തിന്റെ കഴിവിൽ ആശ്രയിക്കണം. മൈ ഗോഡ് ഈസ് ഏബിൾ. യൂദയുടെ അവസാനത്തെ വാക്യം 20-21. റോമലേഖനം 4-ാം അധ്യായത്തിൽ അബ്രഹാം, എനിക്ക് മകനെ തരാമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ കഴിവ്. എന്റെ കഴിവുകേടല്ല, എന്റെ ശരീരവും എന്റെ ഭാര്യയുടെ ശരീരവും നിർജ്ജീവമാണ്, അതല്ല വിഷയം. ദൈവം പറഞ്ഞ കാര്യം നടപ്പിലാക്കാൻ ദൈവത്തിന് കഴിയുമോ? ഞാൻ ബലഹീനനാണ്, രോഗിയാണ്, അസുഖമാണ്, കട്ടിലാണ്. ദൈവം പറഞ്ഞ കാര്യം നടപ്പിലാക്കാൻ ദൈവത്തിന് കഴിവുണ്ടോ? ഈസ് ഹി ഏബിൾ? പ്രാർത്ഥന വ്യക്തിക്ക് അതൊരു ബോധ്യമുണ്ടാകും. ദൈവത്തിന് കഴിയും. പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നതിനുള്ള ദൈവത്തിന്റെ കഴിവിലുള്ള വിശ്വാസം. 3, ദൈവമായുള്ള ബന്ധം. ദൈവമായുള്ള ബന്ധമില്ലാത്ത വ്യക്തി പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവുമില്ല. വഴി കൂടെ പോകുന്ന ആളെ ഞാൻ അപ്പ എന്ന് വിളിച്ചാൽ എന്താ പ്രയോജനം? ഞാൻ അപ്പ എന്ന് വിളിക്കണമെങ്കിൽ എൻ്റെ അപ്പനെ ആയിരിക്കണം. ദൈവമായുള്ള ബന്ധമുള്ള വ്യക്തിയാണ് പ്രാർത്ഥിക്കേണ്ടത്. 4, മറ്റുള്ളവരോടുള്ള നമ്മുടെ താല്പര്യം, കരുതൽ, സ്നേഹം. എന്നോടൊരു വ്യക്തി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുമ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഞാൻ ആ വ്യക്തി വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തോട് ചോദിക്കണം, ആ വ്യക്തിയോട് ആം ഐ ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് പേഴ്സൺ? എനിക്ക് ആ വ്യക്തിയോട് താല്പര്യമുണ്ടോ? ആ വ്യക്തിയോട് പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, ഡു ഐ കെയർ? ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി കരുതുന്നുണ്ടോ? ആ വ്യക്തി സുരക്ഷിതമായി എത്തിച്ചേരേണ്ടത് എത്തണം. ആ വ്യക്തി സുരക്ഷിതമായി കഴിക്കുന്ന ആ മരുന്നനുസരിച്ച് ദൈവഹിത പ്രകാരം സൗഖ്യം പ്രാപിക്കണം. ഞാൻ ആഗ്രഹിക്കുകയാണ് ആ വ്യക്തിക്ക് സുഖം പ്രാപിക്കണമെന്ന്. കൂടാതെ ഡു ഐ ലവ് ദാറ്റ് പേഴ്സൺ? ഞാൻ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടോ? അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തികളോട് എനിക്ക് താല്പര്യം, കരുതൽ, സ്നേഹം. 5, തുടർച്ചയായ പ്രാർത്ഥിക്കുന്ന മനോഭാവം. ഇടവിടാതെ എപ്പോഴും കോൺസ്റ്റന്റ്, പെർഫെക്ഷൻ, ഇടവിടാതെ തുടർച്ചയായ പ്രാർത്ഥന മനോഭാവം. 6, ആ പ്രാർത്ഥനാ വിഷയങ്ങളിൽ പ്രത്യേകമായി യാചന ആവശ്യമായ വിഷയങ്ങളുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വല്ലാത്ത രോഗം ബാധിച്ച് വലിയ കഷ്ടത അനുഭവിക്കുന്നു, കുടുംബത്തിൽ തകർച്ച, മക്കളുടെ ഭാഗത്ത് ദുരന്തം, ഭാര്യയുടെ ഭാഗത്ത്, ഭർത്താവിന്റെ ഭാഗത്ത്, കുടുംബത്തിൽ ആകപ്പാടെ തകർച്ച. ഞാൻ പ്രാർത്ഥിക്കുന്ന ദൈവം ഇതെല്ലാം മാറ്റിക്കൊടുക്കണം. പക്ഷെ അതിനേക്കാൾ ഉപരി ഞാൻ പ്രധാനമായി ഊന്നൽ കൊടുക്കേണ്ട വിഷയമുണ്ട്. ഈ കുടുംബത്തിൽ ഈ സഹോദരൻ, ഈ സഹോദരി, എന്നോട് പ്രാർത്ഥന ചോദിച്ച സഹോദരനും സഹോദരിയും ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഈ വ്യക്തിക്ക് ദൈവത്തിലുള്ള വിശ്വാസം ഇളകാതിരിക്കണം. ദൈവത്തിന്റെ ഹിതത്തിനായി തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. തന്റെ ആത്മജീവിതം തളർന്നു പോകരുത്, നഷ്ടപ്പെട്ടു പോകരുത്. ഈ പ്രതിസന്ധിയുടെ നടുവിൽ ഞാൻ അതിന് ഊന്നൽ കൊടുക്കണം. രോഗം മാറ്റണമേ, പ്രശ്നം മാറ്റണമേ, സാമ്പത്തിക കടക്കണിയിൽ നിന്ന് രക്ഷിക്കണേ, ഇതൊക്കെ പിന്നീടുള്ള കാര്യങ്ങൾ. ഊന്നൽ കൊടുക്കേണ്ട അതല്ല, അവരുടെ സ്പിരിച്വലായിട്ട്. അപ്പൊ അതിന് യാചന ആവശ്യമാണ്. ഈ പറഞ്ഞ 4 വിഷയങ്ങളിൽ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നോട് പ്രാർത്ഥന ആവശ്യപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ചെയ്യുക, ഒരു പക്ഷേ ആ വ്യക്തി പറഞ്ഞു കാണില്ല.
പ്രസന്റഡ് പ്രോബ്ലം അല്ല ശരിക്കുള്ള പ്രോബ്ലം. ശരിക്കുള്ള പ്രോബ്ലം ആ വ്യക്തിക്ക് വചന പരിജ്ഞാനമില്ല. അതുകൊണ്ട് ജീവിതം നേരിടുന്ന ഒരു വിഷയവും നേരിടാനുള്ള കെൽപ്പില്ല. ഞാൻ ആ വ്യക്തികളുടെ പ്രാർത്ഥന, ആ വ്യക്തിക്ക് ദൈവത്തെ സ്നേഹിക്കാനുള്ള കൃപ കൊടുക്കണേ. ആ വ്യക്തി എന്നോട് പറഞ്ഞിട്ടില്ല, കാരണം തനിക്കത് കുറവുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ തന്നെ അത് പരിഹരിക്കും, ബൈബിള് വായിക്കും. തനിക്കറിയില്ല തന്റെ കുറവെന്താണ്. പക്ഷെ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ വ്യക്തിയുടെ കുറവെന്താണ്. വ്യക്തിക്ക് ബൈബിളുമായിട്ട് വചനവുമായിട്ട് യാതൊരു താല്പര്യവുമില്ല. പിന്നെ എങ്ങനെ പ്രശ്നം പരിഹരിച്ചോളൂ? ഇപ്പൊ ഞാൻ വ്യക്തികളുടെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ യാചിക്കേണ്ട ഒരു വിഷയമുണ്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ. ഞാൻ അതിനുവേണ്ടി ഊന്നൽ കൊടുക്കും. അത് ശരിയായ എല്ലാം ശരിയാണ്, സമീപനങ്ങൾ ശരിയാണ്, സഭയുള്ള ബന്ധം ശരിയാണ്. അവിടെ മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കാൻ പഠിക്കും. എല്ലാം വചനത്തിലൂടെയാണ്. 7, ജീവിതത്തെക്കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാട്. നെഗറ്റീവ് ആകരുത്. നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നെഗറ്റീവായ മനോഭാവത്തോടെ പ്രാർത്ഥിക്കരുത്. ആ വ്യക്തി നമ്മുടെ ജീവിതത്തിൽ വേദനിപ്പിച്ച വ്യക്തിയാകാം. പക്ഷെ നമ്മൾ ശരിയായ കാഴ്ചപ്പാടോടുകൂടി, മാത്രമല്ല ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നമുക്ക് വേണം പ്രാർത്ഥിക്കുമ്പോൾ. ആ വ്യക്തിയുടെ സാമ്പത്തിക പ്രശ്നങ്ങളെ പരിഹരിച്ചു കൊടുക്കണമേ എന്ന് പറയുന്നതോടൊപ്പം മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല എന്നുള്ളത് കൂടി പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് ബോധ്യം വേണം. 8, ആത്മീക വളർച്ച സാധ്യമാണെന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ആ വ്യക്തി വിചാരിച്ച ആത്മീയം വളരാൻ പറ്റും. വിദ്യാഭ്യാസമൊന്നും വേണമെന്നില്ല. വായിക്കാനുള്ള അറിവ്, സാമാന്യ അറിവ് മാത്രം മതി. കേൾക്കാനുള്ള സാമാന്യ കഴിവ് മാത്രം മതി. ആ വ്യക്തിക്കും ആത്മീയമായി വളരാൻ കഴിയും. ദൈവം ആ വ്യക്തിക്കുള്ള താല്പര്യം കൊടുക്കണം. ശരിക്കുള്ള വിശപ്പ് എന്താണെന്ന് പഠിപ്പിക്കണം. 3 നേരത്തിന് 6 നേരം ആഹാരം കഴിക്കുന്ന അവസാനിപ്പിച്ചിട്ട് ശരിക്കുമുള്ള ആത്മീയ വിശപ്പ് എന്താണെന്നും ദാഹം എന്താണെന്നും ദൈവ വ്യക്തി കാണിച്ചു കൊടുക്കണം. ആഹാരത്തുള്ള ഉറപ്പ് കൊടുക്കണമേ എന്ന് ചിലപ്പോൾ പ്രാർത്ഥിക്കേണ്ടി വരും. ഇപ്പൊ ആഹാരം കണ്ട് കഴിക്കുന്നൊന്നുമില്ല. അത്രയും ചിലരുടെ ഒരു ബൈബിൾ വായിക്കുക, നല്ല കാര്യം. ഒരു ദിവസം ആഹാരം കഴിച്ചില്ല എന്നുകൊണ്ട് ചത്തൊന്നും പോകില്ല. ശരിക്കുള്ള വിശപ്പ് എന്താണെന്ന് കണ്ടുപിടിക്കുക. 9, ആത്മീയമായ ആവശ്യങ്ങളുടെ പ്രത്യേക കരുതൽ. വെറും ഭൗതിക വിഷയമല്ല, ആത്മീയ വിഷയങ്ങളായിരിക്കണം എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഭൗതിക വിഷയങ്ങൾ വരും, ലിസ്റ്റ് വരുന്നതെല്ലാം ഭൗതികമാണ്. പക്ഷെ അതിൻ്റെ പിന്നിലൊരു ആത്മീയതയുടെ ദൈവത്തിലുള്ള വിശ്വാസം, ആശ്രയം. 10, പ്രാണന്റെ അടിസ്ഥാന ആവശ്യങ്ങളുടെ ഉൾക്കാഴ്ച. ഇത്ര പറഞ്ഞ പലതുമായിട്ട് ബന്ധപ്പെട്ടതാണത്. ശരിക്കുള്ള ആത്മീക വിഷയങ്ങളുടെ ഉൾക്കാഴ്ചയോടുകൂടി പ്രാർത്ഥിക്കണം, ഇൻസൈറ്റോടുകൂടി പ്രാർത്ഥിക്കണം. ഈ 10 കാര്യങ്ങൾ നിങ്ങൾ അത് റെക്കോർഡർ ആയതുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും കേൾക്കാവുന്നത്, ഞാൻ ആവർത്തി സമയം പോകുന്നില്ല. ഈ പ്രധാന ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ കൊലോസിലുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ അപ്പോസ്തലനും മാത്രമല്ല, കാരണം 9-ാം വാക്യം, അതുകൊണ്ട് ഞങ്ങൾ, പൗലോസ് നിങ്ങളൊക്കെ പറ്റി എനിക്ക് കുറച്ച് പ്രാർത്ഥിക്കണം എന്നല്ല പറഞ്ഞത്, നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. കൊലോസിലുള്ളവരുടെ വിഷയം കേട്ട ഉടനെ പൗലോസ് പറയുന്നത്, അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ. പൗലോസും കൂടെയുള്ള സഹവിശ്വാസികളും ഉപദേഷ്ടാക്കന്മാരും ആരുമാകട്ടെ ഒരുമിച്ച് കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്തൊരു ആത്മീയ ഐക്യതയാണത്. കൊലോസിലുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ അപ്പോസ്തലനും കൂട്ടാളികളും 4 ആവശ്യങ്ങളാണ് ഉന്നയിച്ചത്. നമ്മളതിനെ കൃത്യമായിട്ട് ഇത് സ്ക്രൂട്ടനൈസ് ചെയ്ത് കൃത്യമായി നമ്മളതിനെ ഫിൽറ്റർ ചെയ്ത് കൊണ്ടുവന്നാൽ 4 പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് ഈ 14 വരെയുള്ള വാക്യത്തിലുള്ളത്. 4 സ്പെസിഫിക് റിക്വസ്റ്റ്. 1, സഹോദരന്മാർക്ക് ആത്മീകമായ ഉൾക്കാഴ്ചയുണ്ട്. ദൈവമക്കൾക്ക് ഉൾക്കാഴ്ചയുണ്ട്. പുറമേ കാണുന്നതല്ല സത്യം. അതിനുവേണ്ടി എൻ്റെ ബ്രാക്കറ്റിൽ വേണം ഇങ്ങനെ എഴുതാം. അതെങ്ങനെ ഉണ്ടാകും? അതിനായി സകല ജ്ഞാനത്തിലും വിവേകത്തിലും ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ടുവന്നത്. ഇതൊക്കെ നമ്മൾ വിശദമാക്കാൻ പോവുകയാണ്. 1-ാമത്തെ പോയിന്റ്, കൊലോസിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവർ വചനമനുസരിച്ച് സുവിശേഷം അനുസരിച്ച് സ്നാനപ്പെട്ട് ആത്മാവിൽ ആഴമായി സ്നേഹിക്കാനൊക്കെ പഠിച്ചവരാണ്. പക്ഷെ അവരെക്കുറിച്ച് പൗലോസ് കേട്ട ഉടനെ പൗലോസിന് മനസ്സിലായി, ഇവർക്ക് എന്താ ഇനി വേണ്ടത്. ഇനിയിപ്പോ എഫേസ്യ ലേഖനത്തിലുള്ള ക്ലാസ് ആണോ, ഫിലമോന്റെ പുസ്തകത്തിന്റെ ക്ലാസ് ആണോ, പഴയ സർവേ ആണോ, ക്രിസ്തീയ വിശ്വാസ തെളിവുള്ള ക്ലാസ് ആണോ? പൗലോസിന് മനസ്സിലായി ഇവർക്കിപ്പോ എന്താ വേണ്ടത്. ഒരു അപ്പനറിയാം ഇവന്റെ പോഷകാഹാര കുറവ് എവിടെയാണ്. ഇവന് കാൽഷ്യമാണോ ഇല്ലാത്തത്, സോഡിയമാണോ ഇല്ലാത്തത്, അല്ലെങ്കിൽ ഏത് പോഷകാഹാരമാണ് എൻ്റെ മകന് കുറവുള്ളത്. അതുകൊണ്ട് തന്നെ അതിനുള്ള ക്യാപ്സ്യൂളോ അതിനുള്ള പച്ചക്കറികളോ അതിനുള്ള അത് കിട്ടുന്ന മറ്റ് പദാർത്ഥങ്ങളോ കൂടുതലായിട്ട് കൊടുക്കും. കൂടുതൽ പയർ വേവിച്ച് കൊടുക്കും രാവിലെ.
കുഞ്ഞുങ്ങൾക്കെല്ലാം രാവിലെ ആവശ്യമുള്ള പ്രധാനപ്പെട്ട സാധനമാണ് ചെറുപയർ. അത് വേവിച്ച് കൊടുക്കും, പല രൂപത്തിൽ കൊടുക്കും. സുഖിനായിട്ട് കൊടുക്കും, കറിയായിട്ട് കൊടുക്കും, ഫ്രൈ ചെയ്ത് കൊടുക്കും, തോരൻ വെച്ച് കൊടുക്കും. അവന് എങ്ങനെയാണ് ഇഷ്ടം, തേനൊഴിച്ച് കൊടുക്കും, ശർക്കര ഇട്ട് കൊടുക്കും. എങ്ങനെ എൻ്റെ ഉള്ളിൽ ചെല്ലണം, അത് അവൻ്റെ ഉള്ളിൽ ചെന്നാലേ വേറെ ചില ഗുണങ്ങൾ കിട്ടുകയുള്ളൂ, പോഷകങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ശരീരത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടതെല്ലാം വിദേശ രാജ്യങ്ങൾ കൃത്യമായി അവിടെ മേശപ്പുറത്ത്, കിച്ചന്റെ മേശപ്പുറത്ത് കാണും ഒരു ടേബിൾ, ഒരു ചാർട്ട്. ഒരു ദിവസം കലോറി എത്ര, ഏതൊക്കെ പദാർത്ഥങ്ങൾ ഏത് ഒഴിവാക്കണം, ഫാറ്റി ഫുഡ് എത്ര ഒഴിവാക്കണം, ബ്രെഡും വെണ്ണും കഴിക്കാൻ പാടില്ലാത്ത ഏതൊക്കെയാണ്. നമ്മൾ കിട്ടുന്നെല്ലാം കഴിക്കും, എന്നിട്ട് എല്ലാ പൈസ കൊണ്ട് ഡോക്ടറെ കൊടുക്കും. കൃത്യമായ പോഷകാഹാരത്തിന്റെ അളവറിയില്ല. അതൊക്കെ പേരും കുറേ നാൾ കഴിയുമ്പോൾ ഇന്റർനെറ്റൊക്കെ ഉള്ളതുകൊണ്ട് വരാതിരിക്കാൻ പറ്റില്ല. ഇവിടെ പറയുന്നത് സഹോദരന്മാർക്ക് ആത്മീകമായ ഉൾക്കാഴ്ച വേണം. ഒന്നാമത് ഉൾക്കാഴ്ച ഉണ്ടാകാനായിട്ട് എന്താ വേണ്ടത്? അതിനായി സകല ജ്ഞാനത്തിലും, ഇപ്പൊ മനസ്സിലായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാരപ്പെട്ട് നമ്മളത് പഠിക്കാൻ പോവുകയാണ്. സകല ജ്ഞാനത്തിലും വിവേകത്തിലും ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരുമ്പോഴാണ് ഉള്ളിലെ കണ്ണ് തുറക്കുന്നത്. ഉള്ളിലെ കണ്ണ് തുറക്കണമെങ്കിൽ ജ്ഞാനവും വിവേകവും ദൈവ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറയണം. രണ്ടാമത്, നമുക്കിത് ഹെഡിങ് മാത്രമാണ്. രണ്ടാമത്, കർത്താവിന് യോഗ്യമാകും വണ്ണം നടക്കണം. കൊലോസ്യർക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ പൗലോസ് പ്രാർത്ഥിക്കുക, ദൈവമേ നിന്റെ മുമ്പിൽ നിനക്ക് പ്രസാദം, മറ്റുള്ളവർക്ക് കയ്യടി കിട്ടാൻ, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാൻ. കൊള്ളാമ ചേച്ചി, കൊള്ളാമ ചേട്ടാ, ദൈവമേ ഞാൻ യോഗ്യനാണ്. ദൈവത്തിന് യോഗ്യമാകും വണ്ണം നടക്കണം. അതായത് ദൈവത്തിന് പ്രസാദമുള്ള ജീവിതവും ഫലപ്രാപ്തിയും ഉണ്ടാകണം. പൗലോസ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. മൂന്നാമത് പൗലോസ് പ്രാർത്ഥിച്ചു, ആത്മീകമായ ശക്തിയാൽ ബലപ്പെടണം. ഇപ്പോൾ രാവിലെ വൈകുന്നേരം വർക്കൗട്ട് ചെയ്യുന്നു, രാവിലെ 10 റൗണ്ട് നടക്കുന്നു, 1 മണിക്കൂർ അവർ എക്സസൈസ് ചെയ്യുന്നു. പൗലോസ് അവർക്ക് വേണ്ടി ഇതൊക്കെ വേണം, ആവശ്യത്തിന് വേണം. പക്ഷെ ആത്മീയ കാര്യങ്ങളെ തള്ളി കളഞ്ഞുകൊണ്ടത് ചെയ്യരുത്, അത് മണ്ടത്തരമാണ്. ആത്മീയമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഉത്സാഹവും വേണം, ശരീരത്തെ സൂക്ഷിക്കുക വേണം, ദൈവത്തിന് ഉപയോഗപ്പെടണമെന്നുണ്ടെങ്കിൽ. ഇപ്പൊ മൂന്നാമത്, ആത്മീയമായ ശക്തിയാൽ അവർ ബലപ്പെടണം. അതിനെന്ത് വേണം? ദൈവത്തിന്റെ, അതെങ്ങനെ ബലപ്പെടും? ദൈവത്തിന്റെ വല്ലഭത്വത്തിന് ഒത്തവണ്ണം ബലപ്പെടണം. ദൈവത്തിന്റെ വല്ലഭത്വം, ദൈവത്തിന്റെ മൈറ്റി പവർ, അതിന് ഒത്തവണ്ണം നിങ്ങളുടെ ഉള്ളിൽ ബലം വരണം. അസ്ഥികൂടമാണ്, പക്ഷെ ഉള്ളിൽ ഭയങ്കര ബലമാണ്. ആ വ്യക്തി പ്രാർത്ഥന ദൈവോടെ നിൽക്കും. ഉദാഹരണം പറയുന്ന പോലെ കണ്ട എല്ലും തോലായിട്ടിരിക്കുന്നു. പൗലോസ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മൂന്നാമത് പറഞ്ഞു, അവർ ആത്മീക ശക്തിയാൽ ബലപ്പെടണം. 4, ദൈവത്തെ സന്തോഷത്തോടെ നന്ദി കരയറ്റുക എന്നത് അനുഭവിക്കുന്നവരാകണം. നമ്മൾ വെറുതെ സന്തോഷത്തോടെ സ്തോത്രം പറയും. പക്ഷെ പൗലോസ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. എല്ലാവർക്കും അതിന് കഴിയുന്നില്ല. വേറെ സ്തോത്രമുണ്ട്, സന്തോഷമുണ്ട്, ചിരിയുണ്ട്, പക്ഷെ അത് ജീവിതത്തിന്റെ അനുഭവമല്ല. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വളരെ ആഴമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. സന്തോഷത്തോടെ ദൈവത്തെ നന്ദി കരയറ്റുക എന്നുള്ളത് അനുഭവിക്കുന്നവരാണ്. അനുഭവിച്ചുകൊണ്ട് വേണം സ്തോത്രം ചെയ്യാൻ, വാഗൊണ്ട് സ്തോത്രം ചെയ്യാം. ലോകം മുഴുവൻ അതാണ്, പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവവും പ്രൈസ് ചെയ്യപ്പെടുന്നില്ല, ഒരു ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവോടെ പ്രൈസ് ചെയ്യപ്പെടുന്നില്ല. പൗലോസ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സന്തോഷത്തോടെ ദൈവത്തെ നന്ദി കരയറ്റണം, അത് അനുഭവിക്കണം, അത് ദൈവത്തെ ലഭിച്ച അനുഗ്രഹങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് സ്തുതിക്കണം. ഇന്നത്തെ ദിവസം എനിക്ക് കേൾക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കൃപ തന്ന ദൈവമേ സ്തോത്രം. ഉദാഹരണം പറയുന്നത് ഈ 4 വിഷയങ്ങൾ നമുക്ക് അല്പം വിശദമായി പരിശോധിക്കാൻ തുടങ്ങാം. ഒന്നാമത്തെ വിഷയം നമ്മൾ തൊട്ട് നോക്കാം, തീരുമാനം പകുതിയെങ്കിലും വ്യക്തം നോക്കാം. ഒന്നാമത്തെ വിഷയം ഇതാണ്, ദാറ്റ് ദേ മൈറ്റ് നോ ഹിസ് വിൽ. ദൈവ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം. ചുരുക്കമായി എഴുതിയാൽ പൗലോസ് അവർക്ക് വേണ്ടി, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി, അനേകർ നമുക്ക് വേണ്ടിയും ലോകത്തിലെ പലയിടങ്ങളിൽ നിന്നുകൊണ്ടും, ഇത് ക്രിസ്തീയ കുടുംബമാണ്, സഭ കർത്താവിൻ്റെ കുടുംബമാണ്. നമ്മളേത് കല്യാണത്തിനോ മറ്റേതെങ്കിലും കാര്യങ്ങളോ കുടുംബം, അതൊന്നും ശരിക്കുള്ള കുടുംബമല്ല. ശരിക്കുള്ള കുടുംബം ആത്മീയ കുടുംബമാണ്. ദൈവമക്കൾ, നമ്മുടെ സഹോദരങ്ങൾ മാൾട്ടയിലുണ്ട്, നമ്മുടെ സഹോദരങ്ങൾ സ്കാൻഡിനേവിയയിലുണ്ട്, നമ്മുടെ സഹോദരങ്ങൾ ടിബറ്റിലുണ്ട്, നമ്മുടെ ബന്ധുക്കൾ നേപ്പാളിലുണ്ട്, ചൈനയിലുണ്ട്, അമേരിക്കയിലുണ്ട്, കാനഡയിലുണ്ട്. ഇവിടെ രക്തബന്ധത്തിലുള്ളവരെ കുറിച്ചല്ല, അവരൊന്നും ചിലപ്പോൾ സ്വർഗത്തിൽ പോയെന്ന് പോലും വരില്ല. നമ്മുടെ ശരിക്കുള്ള കുടുംബം സ്പിരിച്വൽ, ആത്മീയ കുടുംബം.
അത് ലോകത്തിൽ എവിടെ ചെന്നാലും നമുക്ക് സഹോദരങ്ങളുണ്ട്. ആ ഒരു തിരിച്ചറിവൊക്കെ ഉള്ളപ്പോഴാണ് ആത്മീയത സാധിക്കുന്നത്. അവരുടെ എല്ലാം പ്രാർത്ഥനയാണ്, അവിടെ എല്ലാ സഹകരണങ്ങളും സഹായവും പലതും ഉള്ളതുകൊണ്ടാണ് കർത്താവിന്റെ സഭ എല്ലാ രാജ്യങ്ങളിലും നിലനിൽക്കുന്നത്. അതുകൊണ്ട് ദൈവ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം ഒന്നാമത്തെ വിഷയം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, മലയാളത്തിൽ ഇത് പ്രത്യേകമായിട്ട് നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, എങ്കിലും 10 മുതൽ വായിക്കാം. 10 വാക്യം മാത്രം ഒന്ന് വായിച്ച് കേൾക്കാം. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മീകമായി, അത് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ പോയിന്റ് വരെയായിട്ടാണ് യോഗ്യമായി നടക്കുക എന്നുള്ളത്. അത് ഇവിടെ മാറ്റിവെക്കുക. അവൻ്റെ ഇത്ര നോക്കാം, ഇവിടെ മുതൽ ശ്രദ്ധിക്കുക. അവൻ്റെ ഇംഗ്ലീഷിൽ കൃത്യമായി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, മലയാളത്തിൽ എല്ലാം കൂടെ കൂടിക്കൊള്ളാൻ കിടക്കുകയാണ്. അവൻ്റെ ഇഷ്ടത്തിൻ്റെ, ഇതാണ് നമ്മുടെ വാക്യം, അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. ഒന്നാമത്തെ പോയിന്റ്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം എന്നാണ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുക. ടു ബി ഫിൽഡ്, പ്ലറോതെറ്റെ എന്ന യവന വാക്ക്. അതിന് പല അർത്ഥങ്ങൾ, പല ഉപയോഗങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. അതിലേക്കൊന്നും നമ്മൾ തൊടുന്നില്ല. നമുക്ക് പ്രയോജനപ്പെടുന്നവരാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ പറയാം. ഈ വാക്ക്, ഗ്രീക്ക് വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന പല സന്ദർഭങ്ങൾ, അതൊക്കെ നമ്മുടെ എപ്പോൾ അത് വേണ്ട. പൗലോസ് പറയുന്നത്, കൊലോസ്യരോട് പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. ഈ അടിയിൽ ഒരു അല്പം കഷ്ണം കിട്ടിയാൽ പോരാ, ദൈവത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിങ്ങൾ നിറഞ്ഞു വരണം. പൗലോസോട് ആഗ്രഹിക്കുന്നത് ഈ വിശ്വാസികൾ ദൈവവചനത്താൽ നിറഞ്ഞു വരിക. ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം വചനപരിജ്ഞാനത്തിലൂടെയാണ്. They are saturated with God's word. ഞാൻ ഒരു തുണി എടുത്ത്, ഒരു കട്ടിയുള്ള ഒരു തുണി എടുത്ത് ഞാൻ ഒരു ബക്കറ്റ് വെള്ളത്തിൽ കുറച്ചു നേരം മുക്കി വെച്ചിട്ട് ആ വെള്ളത്തിൽ നിന്ന് ആ തുണി പൊക്കിയെടുക്കുമ്പോൾ ആ തുണി മുഴുവൻ നനഞ്ഞ് കുതിർന്നിരിക്കുകയാണ്. ഒരു അർത്ഥമാണ് സാച്ചുറേറ്റഡ്. കൊലോസ്യരോട് പറയുന്നത് അവര് ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നനഞ്ഞ് കുതിർന്നു വരണം. അവിടെ ബ്ലഡ് ബിബ്ലീനാണ്. എയും എ പോസിറ്റീവ്, ബിയും ബി പോസിറ്റീവ്, ഓയും അല്ല. ഇവിടെ ബ്ലഡ് ബിബ്ലീൻ ആകണം. ദൈവത്തിന്റെ ഇഷ്ടമായിരിക്കും മനസ്സ് നിറയെ, ചിന്ത നിറയെ. ഇത് അസാധ്യമല്ലെങ്കിൽ പ്രാർത്ഥിക്കില്ല. ഇത് ഒരു മനുഷ്യന് സാധിക്കില്ലെങ്കിൽ പ്രാർത്ഥിക്കില്ല. നമ്മൾ ഈ ഏണിയുടെ എവിടെ ആയിരിക്കുന്നു നോക്കിയാൽ മതി. ഇപ്പൊ വയസ്സെത്രയായി, ഓർമ്മ ഇപ്പോഴും ഉണ്ടോ? ഓർമ്മശക്തി പഴയതുപോലെ സ്ട്രോങ് ആണോ? കണ്ണ് പിടിക്കുന്നുണ്ടോ? കേൾക്കുന്നതെല്ലാം ഓർത്തിരിക്കാൻ പറ്റുന്നുണ്ടോ? വയസ്സെത്രയായി? സ്നാനമേറ്റിട്ട് എത്ര വർഷമായി? ചിന്തിക്കേണ്ടതാണ്. പൗലോസ് കൊലോസ്യയിലുള്ളവർ, ഒരുപക്ഷെ നമുക്കുള്ള വിദ്യാഭ്യാസമൊന്നും അവർക്ക് ഉണ്ടായിരിക്കില്ല. അംഗങ്ങൾക്ക് അവരോട് പറയും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോസ്തലൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ദൈവമക്കളുടെയും കർത്താവിന്റെ സഭയിലുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ, കർത്താവിന്റെ സഭയിലുള്ള ആത്മാർത്ഥതയുള്ള സത്യസന്ധരും വിശ്വസ്തരുമായി ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട വിഷയമാണ്. ദൈവമേ, അവർക്ക് കട്ടിലില്ല, ഒരു കാലം ഒടിഞ്ഞ് ഒരു നല്ല കട്ടിൽ കൊടുക്കണേ. നമ്മൾ മണ്ണിലും താഴെയാണ്. മണ്ണിൽ പോയ പൊട്ടത്രെങ്കിലും പറയും, മണ്ണിലും താഴെയാണ്. അവർക്കുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവഹിതത്താലും ആത്മീകമായ ജ്ഞാനത്താലും പൂർണ്ണമായി അനുഗ്രഹിക്കപ്പെടണം. എൻഡൗഡ്, സാച്ചുറേറ്റഡ്. ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ആത്മീകമായ ജ്ഞാനത്താൽ പൂർണ്ണമായും അനുഗ്രഹിക്കപ്പെടണം. കുറച്ചറിവ് അവർക്കുണ്ടാകണമെന്നല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് അറിവ് കൊണ്ട് നിറയണം. ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ അറിവ് കൊണ്ട് നിറയണം. ഫിൽഡ് എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നതാണ്. അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരയണം. പൂർണ്ണതയുള്ള ആത്മീയ പരിജ്ഞാനം, ദൈവ ഇഷ്ടത്തിൻ്റെ പൂർണ്ണ പരിജ്ഞാനം, ദൈവ ഇഷ്ടത്തിൻ്റെ പൂർണ്ണ. ഏത് വിഷയത്തിലും ഈ വ്യക്തി ചോദിച്ചാൽ, സഹോദരി, ദൈവഹിതം എന്താണ് ഈ വിഷയത്തിൽ? ഈ വാക്യത്തെ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. നിങ്ങളുടെ ശുദ്ധീകരണമാണ് ദൈവത്തിൻ്റെ ഹിതം. അവൻ്റെ സത്യത്തിലുള്ള ആത്മാവിനെ ആരാധിക്കണം ദൈവത്തിൻ്റെ ഹിതം. അത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഹിതം. അധരം കൊണ്ടാണ് ആരാധിക്കേണ്ടതെന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതം. പരസ്പരം ദൈവമക്കൾ സഹോദരങ്ങളാണ്, അങ്ങനെ പെരുമാറണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഹിതം. ആരോടും വിദ്വേഷം കയ്പം വെച്ചുകൊണ്ട് ഇരിക്കരുതെന്നാണ് ദൈവഹിതം. എല്ലാ വിഷയത്തിലും ദൈവത്തിൻ്റെ ഹിതമുണ്ട്, ഇഷ്ടമുണ്ട്. നമ്മുടെ ഇഷ്ടപ്രകാരം ജീവിക്കാനുള്ള നല്ല സ്ഥിതി. പണ്ട്
ക്രിസ്തുവിലേക്ക് വന്നതിന് ശേഷം നമ്മുടെ ഇഷ്ടം പറയാൻ ഞാനിന്ന് പോകുന്നില്ല, ഞാനിന്ന് വരുന്നില്ല, സോറി, ദൈവമായതല്ല ആണെങ്കിൽ അത് പറയില്ല. നമ്മുടെ ഇഷ്ടത്തിന് കൃത്യമായ ഒരു ചാർട്ട് വേണം. ഇന്ന ദിവസം എന്ത് വേണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്. ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം. അതുകൊണ്ട് നിറഞ്ഞു വരണം. അടിയിൽ തപ്പി നോക്കിയപ്പോൾ ഒരു തുള്ളി കിട്ടിയെന്നല്ല, നിറഞ്ഞു വരികയാണ്. ആത്മീക പൂർണ്ണതയുള്ള ആത്മീക പരിജ്ഞാനം. സമയം തീർത്തുമെന്ന് എനിക്കറിയാം. ദൈവത്തിന്റെ പൂർണ്ണ പരിജ്ഞാനം. ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ദൈവത്തെ ശുശ്രൂഷിക്കാൻ ദൈവപരിജ്ഞാനം ആവശ്യമാണ്. റോമലേഖനം 10-ാം അധ്യായം ആദ്യത്തെ 4 വാക്യങ്ങൾ വായിച്ച് അവസാനിപ്പിക്കട്ടെ. റോമർ 10. ഇത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള വേദം. ബൈബിളിലെ എല്ലാ വാക്യങ്ങളും ചലഞ്ചിങ് ആണ്. കാരണം അത് രാവിലെ നിങ്ങൾ പഠിച്ചതുപോലെ എബ്രായ ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും സന്ധിപഞ്ചകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും പാവങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ലോകത്തിലെ ഒരു ഗ്രന്ഥവും മനുഷ്യ ജീവിതത്തെ ഇതുപോലെ സ്വാധീനിക്കില്ല. അത് ഷേക്സ്പിയർ എഴുതിയ കവിതയായാലും മാക്സിം തുർക്കി എഴുതിയ കവിതയായാലും മറ്റാരെഴുതിയ പാവികളായ ഏത് മനുഷ്യനെഴുതിയ നോവലുകളായാലും ക്ലാസിക് ഇതികൃത്തങ്ങളായാലും ഒരു മനുഷ്യന്റെ ജീവിതത്തിലും അതിന് ഒരു ഡൈനാമിക് പവറുമില്ല, ഇൻഫ്ലുവൻസ് ഇല്ല. മനുഷ്യന്റെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഏക ഗ്രന്ഥം ദൈവത്തിന്റെ വചനമായ ബൈബിളാണ്. കാരണം അത് ജീവനുള്ളതാണ്, ചത്ത അക്ഷരങ്ങളല്ല. ജീവനുള്ള, ഇറ്റ്സ് എ ലിവിങ് വേർഡ് ബിക്കോസ് ഗോഡ് ഈസ് ലിവിങ്. ജീവനുള്ള ദൈവത്തിന്റെ വചനമാണ്, ജീവിപ്പിക്കുന്ന വചനമാണ്. അപ്പോൾ അത് ജീവൻ, 2 ചൈതന്യം, ആക്റ്റീവ്. വചനവുമായി ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരാതെ പോകില്ല. ദൈവം ശരിയായി കേട്ടിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു കുറ്റബോധമുണ്ടാകും, ഒരു തീരുമാനമുണ്ടാകും, ഒരു പരിവർത്തനമുണ്ടാകും, ഒരു മാറ്റമുണ്ടാകും, ഒരു വേദനയുണ്ടാകും. എന്തെങ്കിലും ഒന്ന് ഉണ്ടായേ പറ്റും. പിന്നെ ദൈവത്തിൽ ചൈതന്യമുള്ളതാണ്. 3, തുളച്ചു കയറും. എല്ലാവരുടെ മുമ്പ് ഞാൻ നന്നായിട്ട് അഭിനയിച്ച് തകർത്തു. പക്ഷെ ദൈവത്തെ മുമ്പ് ഇരുന്നപ്പോൾ ഞാൻ തകർന്നുപോയി. എൻ്റെ ഉള്ളിലുള്ള കപടമായ എല്ലാ അവസ്ഥകളും, എൻ്റെ മുഖം മൂടിയും എൻ്റെ ഫേസ്, എൻ്റെ മുഖത്തുള്ള എല്ലാ കപടമായുള്ള എല്ലാം വലിച്ചു കയറി എന്നെ ശരിക്കും കാണിച്ചു തന്നത്. 4, വിവേചിച്ചു തരും, ശരിക്കും എക്സ്പോസ് ചെയ്ത് തരും. അതാണ് വചനത്തിൻ്റെ ശക്തി. നമ്മളിപ്പോൾ വായിക്കുന്ന വാക്യം റോമർ 10, 1 മുതൽ 4 വരെ. സഹോദരന്മാരെ, ഒരു രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എൻ്റെ ഹൃദയത്തിൻ്റെ വാഞ്ചയും അവർക്ക് വേണ്ടിയുള്ള ദൈവത്തോടെ യാചനയുമാണ്. പൗലോസ് യഹൂദന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ട് രക്ഷപ്പെടില്ല. രക്ഷിക്കപ്പെടണമെങ്കിൽ വചനമനുസരിച്ച് സ്നാനമേറ്റ് ക്രിസ്തുവിനോട് ചേരണം. പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ അവരെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞു, പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ. ഞാൻ അവർക്ക് സാക്ഷ്യം പറഞ്ഞു. രാവിലെ സഭയോട് സംസാരിച്ച് പറഞ്ഞു, സഹോദരൻ സഭയോട് വരുന്നതില്ല. അവസാനം ഭയങ്കര എരിവാണ്. പലരുടെ വിചാരം നമ്മൾ കുറെ എരിവ് കാണിക്കുമ്പോൾ സത്യമാണ്, ഒരു പരിജ്ഞാനമുള്ളവരാണെന്നാണ്. ഒരിക്കലുമല്ല. യഹൂദന്മാർക്ക് എരിവുണ്ടായിരുന്നു, പക്ഷെ പരിജ്ഞാനമില്ല. അവർ പരിജ്ഞാനപ്രകാരമല്ലെങ്കിലും ദൈവത്തെ സംബന്ധിച്ച് എരിവുള്ളവർ എന്ന് ഞാൻ അവർക്ക് സാക്ഷ്യം. അവർക്ക് എരിവുണ്ട്. തനിക്കറിയാം, കാരണം തൻ്റെ അനുഭവമാണ്. ക്രിസ്ത്യാനികളെ ഓടിച്ച് പിടിച്ച് കെട്ടി കൊന്നവനാണ് താൻ. അത് എരിവാണ്, പക്ഷെ അറിവില്ലായിരുന്നു. അവർ ദൈവത്തിന്റെ നീതി അറിയാതെ സ്വന്തം നീതി സ്ഥാപിപ്പാൻ അന്വേഷിച്ചുകൊണ്ട് ഇതിന്റെ നീതിക്ക് കീഴ്പ്പെട്ടില്ല. അപ്പൊ കൃത്യമാണ്, ദൈവത്തെക്കുറിച്ച് അറിയാത്ത ഒരാൾക്ക് ദൈവത്തെ ശുശ്രൂഷിക്കാൻ, പ്രാർത്ഥിക്കാൻ ഒന്നിനും അവകാശമില്ല. ദൈവവചനം അറിയാവുന്നതുകൊണ്ട് എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. എല്ലാവരുടെയും പ്രാർത്ഥന ഒച്ചപ്പാട് കേൾക്കാനല്ല ദൈവം ഇരിക്കുന്നത്. ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ല. തന്നെ അന്വേഷിക്കുന്ന, സ്നേഹിക്കുന്നവരുടെ പ്രാർത്ഥന മാത്രമേ ദൈവം കേൾക്കൂ. എന്നാൽ ഭൂമിയിൽ ജീവിക്കുമ്പോഴർക്ക് ദൈവനെ കേൾക്കാനും പഠിക്കാനും അവർ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും തയ്യാറാകാൻ ചെയ്യുമ്പോൾ ദൈവം പറയും, നീ പറ, എന്താ നിനക്ക് വേണ്ടത്? അതാണ് ദൈവം. ദൈവവചനത്തോടും പ്രാർത്ഥനാ ജീവിതത്തോടും കൂട്ടായ്മയോടും അതിനനുസരിക്കുന്ന കാര്യത്തിനും യാതൊരു താല്പര്യവും ഉത്സാഹവുമില്ല. പക്ഷെ നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടണം. എങ്ങനെ കിട്ടും? ദൈവത്തെ സ്നേഹിക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നവർ അവൻ്റെ വചനം കേൾക്കും. നമ്മൾ സ്നേഹിക്കുന്നവരുടെ കത്ത് വന്നാൽ, മെയിൽ വന്നാൽ എല്ലാം മാറ്റിവെച്ചിട്ട് പല്ലുപോലും തേക്കില്ല, ഓടിപ്പോയ മെയിൽ തുറന്ന് നോക്കും. കാരണം സമ്പടിയില്ല, നമ്മളെ സ്നേഹിക്കുന്ന ഒരാളുടെ മെയിലാണ്. രാവിലെ കഴിഞ്ഞിട്ട് ബൈബിൾ വായിച്ചിട്ടാണോ ദിവസം ആരംഭിച്ചത്? ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. സേത്വമായിട്ടുള്ള ചുരുക്കമായി പ്രാർത്ഥിക്കും.